എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് കമ്മ്യൂണിക്കേഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ അതല്ലെങ്കിൽ ആശയവിനിമയം, ഭരണതലത്തിലുള്ള ആശയവിനിമയം എന്നുള്ള ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ, പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണ്, കമ്മ്യൂണിക്കേഷൻ കൊണ്ടുള്ള പ്രോബ്ലം മീൻസ് കമ്മ്യൂണിക്കേഷന് വരുന്ന തടസ്സങ്ങൾ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ് കമ്മ്യൂണിക്കേഷൻ. എന്താ കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു മാനേജർ ആയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെ ഒരു എൻവയോൺമെന്റിൽ എംപ്ലോയീസിന്റെ ഡിസ്കഷൻ, അത് അവരുടെ മനസ്സിലുണ്ടാക്കുന്ന അസംഷൻസ് ഒക്കെ അത് വെച്ചിട്ടാണ് അവർ റിയാക്ട് ചെയ്യാം ഏതൊരു സ്ഥലത്തും. അപ്പൊ ഇതില് അവരുടെ ഉള്ളിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലായില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വളരെ ഡിസ്റ്റോർട്ടായിട്ടുള്ള ഫാക്റ്റുകള് അല്ലെങ്കിൽ വളരെ അഡ്വേഴ്സറീസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇത്തരത്തില് ഫ്ലോട്ട് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനും, അതുപോലെ അതിന് എന്താ പറയാ, തിരിച്ച് അതിനെ പ്രതിരോധിക്കുന്ന രീതിയിൽ എങ്ങനെ കമ്പനി ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് കൃത്യമായിട്ട് എംപ്ലോയീസിലേക്ക് എത്തിക്കാം. ഓക്കെ, ഇതൊരു വലിയൊരു ടാസ്ക്കാണ്. എപ്പോഴെങ്കിലും ഒരു മാനേജറായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സമയത്തും എംപ്ലോയീസ് അവർ വളരെ ഓപ്പണായിട്ട് നിങ്ങളോട് ചിലപ്പോൾ സംസാരിക്കില്ല. പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ വലിയ ഡിസ്കഷൻസ് ഓരോ ഇവന്റിനെ കുറിച്ചും നടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം അതിനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ന്യായവും മറുപടിയും ഉണ്ടായിരിക്കും. പക്ഷെ അത് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഉള്ള പ്രോബ്ലംസ് വളരെ ഫോൾട്ടി ഓർഗനൈസേഷൻ ആക്കി മാറ്റും, അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ. ഓക്കെ, communication refers to the transfer of information from the sender to receiver. It is the process of facilitating an interchange of information, understanding and ideas between two or more people, and a mutual interchange of ideas by effective means. In other words, communication is exchange of thoughts, opinions, or transmitting information by speech, writing or signs. ഓക്കെ, അതായത് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയങ്ങളുടെ വിനിമയം, എക്സ്ചേഞ്ച് ഓഫ് തോട്ട്സ്, ഒപ്പീനിയൻ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ പ്രോപ്പർ ഇൻഫർമേഷൻസ്, ഇതിൻ്റെ വിനിമയമാണ്. വേണമെങ്കിൽ സംസാരത്തിലായിരിക്കും നമ്മളത് വിനിമയം ചെയ്യേണ്ടാവുക, അല്ലെങ്കിൽ എഴുതിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ആംഗ്യ ഭാഷയിലും. എല്ലാത്തിനും നമ്മൾ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് പറയാം. ഓക്കെ, ഈ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇത് ഒരു പഴയ എന്താ പറയാ അൽഗോരിതം, ഫ്ലോ ചാർട്ടാണ്. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഒന്ന് ഞാൻ പറയുന്നു എന്ന് മാത്രം. ഇത് ടെക്സ്റ്റിൽ കൊടുത്തുള്ളതുകൊണ്ട് സെൻഡർ എൻകോഡ്സ് മെസ്സേജ് ഇൻ ടു എ ഫോം ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ദ റിസീവർ. അപ്പോൾ ഒരു എൻകോഡിങ് എന്നുള്ളൊരു പ്രോസസ്സ്. അതിനുശേഷം ദ മെസ്സേജ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ എ ചാനൽ സച്ച് ആസ് ഇമെയിൽ, കോൾ ഓർ ഫേസ് ടു ഫേസ് മീറ്റിംഗ്. ഏതെങ്കിലും ഒരു ചാനൽ ഉണ്ടായിരിക്കും. ദ റിസീവർ ഡീകോഡ്സ് ദ മെസ്സേജ് ആൻഡ് ഇന്റർപ്രറ്റ്സ് ഇറ്റ്സ് മീനിങ്. റിസീവർ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഫീഡ്ബാക്ക് ഈസ് പ്രൊവൈഡഡ് ബൈ ദ റിസീവർ ടു ദ സെൻഡർ, കൺഫേമിങ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ക്ലാരിഫയിങ് എനി മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ മെസ്സേജ് റിസീവ് ചെയ്തായിട്ട് അക്നോളജ് ചെയ്യാം, അല്ലെങ്കിൽ അതെന്താ പറഞ്ഞതെന്ന് മനസ്സിലാവുകയും ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സും. ഇങ്ങനെ 4 സ്റ്റെപ്സ് ആണുള്ളത്. അതിൻ്റെ ഒരു പിക്ചർ കൂടി കൊടുത്തിട്ടുണ്ട്. സെൻഡർ, എൻകോഡർ, അത് കഴിഞ്ഞ് ചാനൽ, ഡീകോഡർ, അത് റിസീവർ. ഓക്കെ, ഈ മോഡലിന്റെ പേര് ഷാനോൺ വീവേഴ്സ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി 4 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ആണുള്ളത്. ഒന്ന് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, മൂന്നാമത്തത് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ, നാലാമത്തത് റൂമർ. ഓക്കെ, ഇതിലെ ഫോർമൽ, ഇൻഫോർമൽ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. റൂമറും നമുക്കറിയാമായിരിക്കും. ഗ്രേപ്പ് വൈൻ എന്നുള്ളത് പുതിയ ഒരു ടെർമിനോളജിയാണ്. അത് നമുക്ക് എന്താ നോക്കാം. First, formal communication. There are 3 types of formal communication based on the direction of information flows.
ഓക്കെ. അതായത് എങ്ങനെയാണ് ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നതിനനുസരിച്ച് 3 കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഒന്ന് ഡൗൺവേർഡ്, പേര് സൂചിപ്പിക്കുന്നത് ടോപ്പ് ടു ബോട്ടം കമ്മ്യൂണിക്കേഷൻ ആണ്. അതെന്തൊക്കെയാണ് ഇതിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഓരോ ടാസ്കിന് സ്പെസിഫിക് ടാസ്ക് ഡയറക്റ്റീവ്സ് അബൌട്ട് ദ ജോബ്, ഒക്കെ ജോബിനെ കുറിച്ചുള്ള ടാസ്ക് ഡയറക്റ്റീവ്സ്, അതുപോലെ തന്നെ ഈ ഓർഗനൈസേഷൻ പ്രൊസീജിയറിനെയും പ്രാക്ടീസിനെയും കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ, അതുപോലെ തന്നെ എന്താണ് ജോബിന്റെ റേഷണല് എന്ന് ക്ലാരിഫൈ ചെയ്യുന്ന ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ഓരോ സബോർഡിനേറ്റ്സിനും കീഴുദ്യോഗസ്ഥരുടെ പെർഫോമൻസിനെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക്, അതുപോലെ തന്നെ to provide ideological information to facilitate the indoctrination of goals. ഓർഗനൈസേഷൻ ഗോൾസിന്റെ എന്താ പറയാ, ഇൻഡോക്ട്രിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ഐഡിയോളജിക്കൽ ഇൻഫർമേഷൻ. ഇതൊക്കെയാണ് യൂഷ്വലി ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബോർഡിനേറ്റ് അദ്ദേഹത്തിന്റെ സുപ്പീരിയർ ഓഫീസേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇത് യൂഷ്വലി അപ്പീലുകളായിരിക്കാം, എസ്കലേഷൻസ്, അതുപോലെ തന്നെ ഗ്രീവിയൻസ്, കംപ്ലൈൻറ്റ്സ്, ഗ്രൂപ്പ് മീറ്റിങ്ങിൽ യൂഷ്വലി സബോർഡിനേറ്റ്സിന് പങ്കെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ക്വസ്റ്റ്യനേഴ്സ് എക്സെട്ര. ഓക്കെ. ഫോർ എൻ എഫക്റ്റീവ് യൂസ് ഓഫ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽ, an environment where the subordinate feel free to communicate is essential. Such environment has to be created by superior. അതായത് മറ്റ് സബോർഡിനേറ്റ്സിന് അവർക്ക് ഇൻഫർമേഷൻ മുകളിലേക്ക് പറയാനുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള അവർക്ക് എസ്കലേഷൻ ചെയ്യാനോ അവർക്ക് ഗ്രീവിയൻസ് ഉണ്ടെങ്കിൽ അത് എന്താ പറയുക, എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. ഓക്കെ. അടുത്ത ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ. ഇത് ഒരേ ഹൈറാർക്കിയിലെ സെയിം ലെവലിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിൻ്റെയാണ് ഇത് പറയുന്നത്. ഓക്കെ. ദ എയിം ഓഫ് ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ടു സ്പ്രെഡ് ഇൻഫർമേഷൻ ടു ഓൾ കോർണേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് കോർഡിനേറ്റ് എഫേർട്സ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഏതെങ്കിലും ഇൻഫർമേഷൻ ഏതെങ്കിലും മുക്കിലും മൂലയിലും കിട്ടാത്തുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ ലാറ്ററൽ കമ്മ്യൂണിക്കേഷന്റെ ഉദ്ദേശം. ഓക്കെ. അടുത്തത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാലോ, ഒരു മിക്കവാറും അത് ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും. വളരെ ഫോർമലായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ മറ്റൊരു ഉദ്യോഗസ്ഥനോട് കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഡിറക്റ്റീവ്സ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇൻഫർമേഷനോ പാസ് ചെയ്യുന്നതായിരിക്കും. ഇതല്ലാതെ ഓർഗനൈസേഷനിൽ ഇൻഫോർമലായിട്ട് സംസാരങ്ങൾ നടക്കും, ഈ ഒഫീഷ്യൽ കാര്യങ്ങൾ തന്നെ. ഓക്കെ. അത് ചിലപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, കോഫി ടൈമിലായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ ഗ്യാതറിങ്ങിലായിരിക്കാം. ഓക്കെ. ഇത്തരത്തിലുള്ള സമയത്തായിരിക്കും ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ നടക്കുന്നത്. ഇത് എന്താ പറയുക, എപ്പോഴെങ്കിലും ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് വളരെ റിജിഡ് ആയിരിക്കുകയും ഓക്കെ അതിൽ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും ചെയ്യുമ്പോൾ ആണ് ഇത്തരത്തിലുള്ള ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസിന് കൂടുതൽ ചാൻസ് വരുന്നത്. ഓക്കെ. ഇത് മിക്കവാറും ഒരു ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ചാനലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ പലതും പൂർണ്ണമായിരിക്കില്ല, അല്ലെങ്കിൽ വളച്ചൊടിച്ച ഇൻഫർമേഷൻ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഇൻഫോർമൽ ഇൻഫർമേഷൻ സർക്കുലേറ്റ് ചെയ്യുന്നത് എന്നത് ഒരു മാനേജർ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു ഡൗട്ട് ഒരു കമ്മ്യൂണിക്കേഷനിൽ വന്നു, അപ്പോൾ അത് ചോദിക്കുമ്പോൾ അതിന് വല്ലാത്ത രീതിയിൽ അതിനെ റെസിസ്റ്റ് ചെയ്യുകയും എന്താ പറയുക, അത്തരത്തിലുള്ള ഒരു ഗ്രീവിയൻസോ കംപ്ലൈൻസോ ഡൗട്ട് ക്ലിയറിങ്ങോ നടത്താതെ വരികയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് വളരെ കൂടും. അത് സെയിം ഇഷ്യൂ ഉള്ള ആൾക്കാർ, സെയിം ഒരേ പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർ ഒരുമിച്ച് ഈ കാര്യങ്ങൾ സംസാരിക്കാനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ തോത് കൂടാനും സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ നേച്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ, സ്പോണ്ടേനിയസ് ആൻഡ് ഓഫൺ അൺപ്ലാൻഡ്.
Okay, informal communication flows through small groups in the organization. One positive feature of this communication is that they overcome certain problems upward communication. Informal communication also facilitated downward and lateral communication. അപ്പോൾ ഈ അപ്വേർഡ് കമ്മ്യൂണിക്കേഷനിൽ ഉള്ള പ്രോബ്ലം മിക്കവാറും വളരെ അരഗൻ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അപ്പോൾ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ മോസ്റ്റ്ലി പോസിബിൾ അല്ല. ആ സ്ഥലങ്ങളിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് പ്ലേ ചെയ്യും. ആൾക്കാർക്ക് ഇൻഫർമേഷൻ കിട്ടാനും അതിൻ്റെ അവരുടെ പ്രശ്നങ്ങൾ ക്ലാരിഫൈ ചെയ്യാനും സാധിക്കും. ഇത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഓൾവേസ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനോ ആയിരിക്കുന്നില്ല. ഏത് തരത്തിലായാലും ഇത് ഉണ്ടായിരിക്കും. അപ്വേർഡ്, ഡൗൺവേർഡ്, ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ വരും. ഓക്കെ, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ കാഷ്വൽ conversation between co-workers about their weekend plans or discussing work related matters outside the ഫോർമൽ മീറ്റിംഗ്. ഫോർമൽ മീറ്റിങ്ങിന് ഔട്ട്സൈഡിൽ എങ്ങനെയാണ് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അടുത്ത മൂന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ ടൈപ്പാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ഈസ് എ സ്പെസിഫിക് type of informal communication that focuses on spread of unofficial information, often involving rumors, gossip, and word of mouth. It tends to be less structured and can be inaccurate or incomplete. Grapevine are considered dysfunctional to the organizational functioning. They are alleged to damage the organizational interest by creating and carrying gossip and false information. ഇതാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ഒരു ടൈപ്പ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ഇത് റൂമേഴ്സ്, ഗോസിപ്പ്, അല്ലെങ്കിൽ ആരെങ്കിലും ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അത് ഇങ്ങനെ എല്ലായിടത്തും ഫ്ലോട്ട് ചെയ്യാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉള്ളത്. വളരെ ഇന്നാക്യുറേറ്റ് ആയിരിക്കും, ഇൻകംപ്ലീറ്റ് ആയിരിക്കും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ. ഓക്കെ, nature. It is usually faster and often spread through a network of people, sometimes leading misinformation or speculation. ഒരു പ്രത്യേക ചാനലിലെ പ്രത്യേക നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ ഒരു സ്ഥിരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഉള്ളിലാണ് ഇത്തരത്തിലുള്ള ഗ്രേപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്പ്രെഡ് ആവുന്നത്. എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്, എംപ്ലോയീസ് സ്പെക്യുലേറ്റിംഗ് അബൌട്ട് കമ്പനി ലേ ഓഫ്, promotions or changes in management based on rumors circulating in the office. ആരെങ്കിലും ഏതെങ്കിലും ഒരു ആള് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അതിന് കൂടുതൽ ഇവരുടെ ഭാവനയും കൂടി കൊടുത്ത്, അത് പിന്നെ പറയുന്ന ആളുടെ ഭാവനയും കൂടി കൊടുത്ത് പിന്നെ അതിനെ ഫാക്റ്റാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുക. അപ്പൊ മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്. അവർ ഇന്ന സംഭവം ഇന്ന ആള് പറഞ്ഞതാണ്, ഇത് വളരെ 100% ശരിയാണെന്നുള്ള രീതിയിൽ ചിലപ്പോൾ സ്പ്രെഡ് ചെയ്യും. ആക്ച്വലി അത് ജസ്റ്റ് ഒരു റൂമറോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്പെക്കുലേഷനോ ആയിരിക്കാം. ഓക്കെ, കെയ്ത്ത് ഡേവിസ് ഇതിനെ 4 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് സിംഗിൾ സ്ട്രാൻഡ് ചെയിൻ. അതായത് ഇറ്റ് ഇൻവോൾവ്സ് പാസിങ് ഇൻഫർമേഷൻ ത്രൂ എ ലൈൻ ഓഫ് പേഴ്സൺസ് ടു അൾട്ടിമേറ്റ് റെസിപ്പിയൻറ്റ്. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുമായി പറഞ്ഞ് അത് ആക്ച്വൽ റെസിപ്പിയൻറ്റിൻ്റെ അടുത്തേക്ക് എത്തുന്ന ഇതിനാണ് സിംഗിൾ സ്റ്റാൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഗോസിപ്പ് ചെയിൻ. ഇൻ ദിസ് പാറ്റേൺ വൺ പേഴ്സൺ ഡിസിമിനേറ്റ് ഇൻഫർമേഷൻ ടു എവ്രി വൺ, thus making a gossip chain. ഒരൊറ്റ വ്യക്തി അയാൾ എല്ലാ ആൾക്കാരുടെ അടുത്തും പറയുന്ന ഈ ഇൻഫർമേഷൻ ഡിസിമിനേറ്റ് ചെയ്യും. അപ്പൊ അയാൾ ഗോസിപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഉണ്ടായിരിക്കുമല്ലോ. അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഗോസിപ്പ് ചെയിൻ എന്ന് പറയുന്നത്. Probability chain. It is a random process in which some transmit information to other in accordance with the law of probability, and then the others communicate to still others in a similar manner. Means അത്തരത്തിൽ എന്തെങ്കിലും ഒരു പാറ്റേണിലല്ല, ജസ്റ്റ് ആൾക്കാർ ഒരു ഇത് സംസാരിക്കാൻ സാധ്യതയുള്ള കുറച്ച് ആൾക്കാരുടെ അടുത്ത് ഇവർ പറയുന്നു. അങ്ങനെ അത് ആ ഒരു രീതിയിൽ സന്ദർഭികവശാൽ മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ ഒരു ചെയിൻ ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് പ്രോബബിലിറ്റി ചെയിൻ എന്ന് പറയുന്നത്. അടുത്തത് ക്ലസ്റ്റർ ചെയിൻ. ഇൻ ദിസ് പാറ്റേൺ പേഴ്സൺ ഗിവ്സ് ഇൻഫർമേഷൻ ടു എ ഫ്യൂ സെലക്ടഡ് പേഴ്സൺസ്
who may in turns pass information to other selected person. These linkages forms a cluster chain. അതായത് എല്ലാവരുടെ അടുത്തും ചിലപ്പോൾ പറയില്ല, ഇവർക്ക് വിശ്വസ്തതയുള്ള ഇവരുടേതായിട്ടുള്ള ഒരു സൗഹൃദ കൂട്ടങ്ങൾ ഉണ്ടായിരിക്കും, അതിൽ മാത്രം ഈ ഇൻഫർമേഷൻ ഡിസമിനേറ്റ് ചെയ്യും. അങ്ങനെ ഇതേപോലെ മറ്റ് ക്ലസ്റ്ററുകളിലും ഇത്തരത്തിലെ ഇൻഫർമേഷൻ ഡിസമിനേറ്റ് ചെയ്യും. ഇത്രയാണ് 4 തരത്തിലുള്ള ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻസ്. അടുത്തത് റൂമർ. ഓക്കെ, റൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമറും ഗോസിപ്പും രണ്ടാണ്. നമുക്ക് എന്താന്ന് നോക്കാം. റൂമർ ഇസ് unsubstantiated and exaggerated account or explanation of events that circulate from person to person, often relating to an object, event, issue of public concern. In social sciences, rumor involves some kind of a statement whose veracity is not quickly or ever confirmed. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഇതുണ്ടല്ലോ, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കില്ല, അതുപോലെ തന്നെ എക്സാജറേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും, വളരെ അതിശോക്തിപരമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു സംഭവത്തെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ കുറിച്ചായിരിക്കും. ഓക്കെ, ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ഇങ്ങനെ ഫുള്ളായിട്ട് പരന്ന് നടക്കുകയാണ്. ഓക്കെ, ഇതിൽ ഒരിക്കലും നിങ്ങൾക്ക് പെട്ടെന്ന് അത് കൺഫേം ചെയ്യാനോ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനോ പെട്ടെന്ന് സാധിക്കില്ല. കാരണം അത് ചിലപ്പോൾ നമുക്ക് വളരെ ഒബ്വിയസ് ആയിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഒരാളോട് മാനേജ്മെന്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത് കൃത്യമായിട്ട് മറുപടി പറയില്ല എന്ന് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള നമുക്കൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു ബാങ്കിനോട് ചെന്ന് നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണോ, നിങ്ങളുടെ ബാങ്ക് പൊളിയാറായോ എന്ന് ബാങ്കിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് പറയോ പൊളിയാറായി എന്ന് പറയില്ലല്ലോ അവര്. അപ്പൊ നമുക്കത് വളരെ ഒബ്വിയസ് ആണ്. ഈ ഇൻഫർമേഷൻ നമുക്ക് ഒഫീഷ്യൽ ചാനലിൽ കിട്ടില്ല. ഓക്കെ, റൂമർ അതേ സംബന്ധിച്ച് നമുക്ക് അതിൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ടായിരിക്കും. കാരണം ഒരുപാട് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമുക്കത് പൊളിഞ്ഞോ ഇല്ലയോ എന്ന് ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ ഒരു പ്രശ്നം, അതിൽ ഒരു എന്താ പറയുക ആങ്സൈറ്റി ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ്, അത്തരത്തിലുള്ള ഒരു പ്രിമൈസിലാണ് ഇത്തരത്തിലുള്ള റൂമേഴ്സ് ചലിക്കുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ ജോബ്, ചിലപ്പോൾ ലേ ഓഫ് നടക്കും, ഒരുപാട് ജോലിക്കാരെ പിരിച്ചുവിടാൻ പോവാണ്. അപ്പോൾ മാനേജ്മെന്റിനോട് നിങ്ങൾ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൺഫ്രണ്ടേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരൊരിക്കലും അതെ ഞങ്ങൾ പിരിച്ചുവിടാൻ പോവുകയാണ് എന്ന് പറയില്ല. അത് നിങ്ങൾക്കും അറിയാലോ, ഇവര് എന്തായാലും വേറൊരു മെത്തേഡായിരിക്കും സ്വീകരിക്കുക, അതല്ല സത്യം പോലെ പറയില്ല എന്നറിയാം. എന്നാൽ പുറത്ത് ഇതിന്റെ ചില ന്യൂസുകൾ നമുക്ക് എന്താ പറയാ തങ്ങി നിൽക്കുന്നതായിട്ട് അറിയാനും പറ്റും. ഓക്കെ, അത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അതിന്റെ സത്യാവസ്ഥ ശരിയാണെന്നോ, മാത്രമല്ല ഇത് കൺഫേം ചെയ്യാനും എളുപ്പമല്ല. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മിക്കവാറും റൂമേഴ്സ് ആയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ റൂമറും ഗോസിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൂമേഴ്സ് ടെൻഡ് ടു അഫക്ട് ഓർഗനൈസേഷൻ ഓർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, വൈൽ ഗോസിപ്സ് റെഫേഴ്സ് ടു മോർ പേഴ്സണൽ മാറ്റർ. അതായത് റൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയോ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്നാൽ ഗോസിപ്പ് എന്ന് പറയുന്നത് അത് പേഴ്സണൽ മാറ്റർ ആവാനാണ് കൂടുതൽ സാധ്യത. അടുത്തത് ബിൽഡിംഗ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയാണ് കൂടുതലായിട്ട് വരുന്നത്, റൂമർ എങ്ങനെയാണ് പടരുന്നത്, ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽസ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യാന്നുള്ളത് ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു ബിൽഡിംഗ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. ഒന്ന്, communication channels should be straightforward and short to minimize delays and prevent distortion of information and its transmission. ഒരു താഴെ തെറ്റിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ടും വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടും എത്തിക്കണം. അത് ചാനലിന്റെ ലെങ്ത് വളരെ കൂട്ടരുത്. അതായത് ഒരു മാനേജർ അതിന് അസിസ്റ്റന്റ് മാനേജറോട് പറഞ്ഞു, അസിസ്റ്റന്റ് മാനേജർ സൂപ്പർവൈസറോട് പറഞ്ഞു, സൂപ്പർവൈസർ എംപ്ലോയിയോട് പറഞ്ഞു, മനസ്സിലായി. അത്തരത്തിൽ അങ്ങനെ ഒരുപാട് ചെയിൻ ഓഫ് കമാൻഡ് വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് അത് എത്താൻ ഡിലേ വരും. അത് മാത്രമല്ല മേ ബി ഡിസ്റ്റോർട്ട് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആയിരിക്കും എത്തുക. അപ്പൊ അത്തരത്തിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ വളരെ കുറച്ചുകൊണ്ട് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഫ്രെയിം വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാം.
Arrangement should be made for prompt transmission of information to those who need it. ഇൻഫർമേഷൻ വളരെ ക്വിക്കായിട്ട് ആൾക്കാരിൽ എത്തിക്കണം, വളരെ പ്രോംപ്റ്റ് ആയിട്ട്. നമുക്ക് ഒരു ഇൻഫർമേഷൻ ആവശ്യമായ സമയത്താണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും എന്താ പറയുക, ആ പ്രോസസ്സിൽ ചേഞ്ച് വന്നു, അതൊന്നും അറിയാതെ ഒരാൾ ഷിഫ്റ്റിൽ വന്ന് അയാൾ ജോലി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നതൊക്കെ അയാളുടെ പഴയ രീതി വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് അയാൾക്ക് എത്തണം. അത്തരത്തിൽ നമ്മുടെ ഓർഗനൈസേഷനിലൊക്കെ ബ്രീഫിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്. അതായത് ഷിഫ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഉള്ളൊരു ഇതാണ് ബ്രീഫിംഗ്. അപ്പോൾ ആ ബ്രീഫിംഗ് കഴിഞ്ഞിട്ട് വേണം അവരുടെ ജോലി തുടങ്ങാൻ. A fast and automatic transit system of information flow should be built into an organization structure. ഒരു ഫാസ്റ്റ് എന്താ പറയുക, ഓട്ടോമാറ്റിക് ട്രാൻസിറ്റ് സിസ്റ്റം മിക്കവാറും സിസ്റ്റം വൈസ് ഇമെയിൽസ്, അതല്ലെങ്കിൽ വേറെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വേറെ പല രീതികളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഷുഡ് ബി റിലയബിൾ, ആക്യുറേറ്റ്, ക്രെഡിബിൾ, പ്രിസൈസ് ആൻഡ് ക്ലിയർ. ഇൻഫർമേഷൻ വളരെ എന്താ പറയുക, അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്. എന്നാലും ഈ കാര്യങ്ങളൊക്കെ റിലയബിൾ, വിശ്വസിക്കാൻ പറ്റിയതായിരിക്കണം, ആക്യുറേറ്റ്, കൃത്യമായിരിക്കണം, ക്രെഡിബിൾ, അഗെയിൻ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കണം അതിന്, പ്രിസൈസ് ആൻഡ് ക്ലിയർ, കൃത്യവും ക്ലിയറും ആയിരിക്കണം അത്. ഓക്കെ, അടുത്തത് ലാംഗ്വേജ് എംപ്ലോയിഡ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. വളരെ സിമ്പിളായിട്ട് ഏറ്റവും ലളിതമായ രീതിയിൽ വേണം കമ്മ്യൂണിക്കേഷൻ നടത്താൻ. ഫീഡ്ബാക്ക് ഈസ് an important component of an effective communicating system. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ജസ്റ്റ് ഡിസമിനേറ്റ് ചെയ്താൽ മാത്രം പോരാ, മറ്റുള്ള ആൾക്കാർ അത് മനസ്സിലാക്കിയോ എന്നതിനെ കുറിച്ച് ഇത് ഡിസമിനേറ്റ് ചെയ്ത ആൾക്ക് ഒരു ഇൻഫർമേഷൻ കൂടി കിട്ടണം, അത് ക്ലിയർ ആയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. There is a clear need for supplementing formal communication channels with informal channels. Okay, there is a clear need for supplementing formal communication channels with informal channels. അതായത് ചില സമയങ്ങളിൽ എല്ലാതും നമുക്ക് ഫോർമലായിട്ട് കൊടുക്കാൻ പറ്റില്ല. ചില സമയങ്ങളിൽ ഇപ്പോൾ ഏതെങ്കിലും വ്യക്തി ആബ്സെൻ്റ് ആയിരുന്നു ഒരു ജോലി സ്ഥലത്ത്, അപ്പോൾ അയാളുടെ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ അയാൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ഇൻഫോർമലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കൊളീഗ്സ് പറയാലോ ഇന്ന സംഭവങ്ങൾ നടന്നു എന്നുള്ളത്. അതുപോലെ അടുത്തത് എടുക്കാം. ദ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഷുഡ് ബി ഫ്ലെക്സിബിൾ ഇനഫ് ടു അബ്സോർബ് additional loads of information, to incorporate new techniques of information and transmission, and to adapt to changing the organizational requirements. Communication system should be flexible enough to absorb additional loads of information, to incorporate new techniques of information and transmission, and to adapt the changing organizational requirement. Okay. അടുത്തത് ഓവർകമ്മിങ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത്. There are certain factors which sum in the way of smooth flow of communication process. Following are some of the barriers often can make communication less effective. എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ് കുറയ്ക്കുക എന്നുള്ളത് നോക്കാം. Complexity of language can make the communication difficult. Unclear ideas in the mind of the sender of the communication may act as a barrier to effective communication. This could occur due to poorly chosen words, lack of ideas, and unnecessary jargons. അൺനെസസറി ജാർഗൻസ് ഉപയോഗിക്കാതിരിക്കുക, വളരെ സങ്കീർണമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്ന ആൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ധാരണ കുറവുണ്ടെങ്കിൽ തന്നെ അത് കമ്മ്യൂണിക്കേഷനിൽ തീർച്ചയായിട്ടും റിഫ്ലക്റ്റ് ചെയ്യും. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കണം. എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കുക. വളരെ ലളിതമായ വാക്കുകളിൽ അത് എക്സ്പ്രസ് ചെയ്യുക. അൺനെസസറി ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ, ജാർഗൺ, ടെക്നിക്കൽ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക.
Okay. അടുത്തത് poor retention of information also leads to ineffective communication. Often people start writing without planning and stating the purpose of the message. ഒരു ഇമെയിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ സ്റ്റാർട്ടിങ്ങിലേക്ക് ആൾ ഉദ്ദേശിച്ചതല്ല അവസാനം വരുന്നത് എങ്കിൽ അപ്പം ആ ഇമെയിൽ മൊത്തം വായിക്കുന്ന ആൾക്ക് ഒരു കൺഫ്യൂഷൻ അതിൽ ക്രിയേറ്റ് ആവും. ഓക്കെ. റിട്ടൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ടോൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയാലും ശരി, അതിൻ്റെ പർപ്പസ് ആയാലും ശരി, അത് ബിഗിനിങ് ടു എൻഡ് സെയിം ആയിരിക്കണം. ഓക്കെ. അപ്പൊ നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് അത് അവസാനിക്കുന്നത് ആ കാര്യത്തിനെ എതിർത്തുകൊണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പർപ്പസ് മെയിൻറ്റെയിൻ ആവില്ലല്ലോ. അപ്പൊ ഇതെന്താ ഉദ്ദേശിച്ചതെന്ന് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ ചില ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ അങ്ങനെയാണ്, ആദ്യം വലിയ വലിയ കാര്യങ്ങൾ പറയും, പിന്നെ അതിന് ആക്ച്വലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ പറയും. അപ്പൊ അത് കേൾക്കുന്ന ആൾക്കാർക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. Okay. അടുത്തത് the size of and distance of organization is another hindrance to the communication process. If organization is large and the employees are more in number, communication becomes very difficult. Too many levels of hierarchy hinder and dilute the communication. നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഒന്ന് വളരെ വലിയ സൈസുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ മാനേജ്മെന്റിന് അത് ഡിസെമിനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഒരുപാട് ഹയറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ, ഒരുപാട് ലെവൽസ് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടെങ്കിൽ അതും ഒരു ഹിൻഡ്രൻസ് ആയിരിക്കും. ഓക്കെ. അടുത്തത് അൺക്ലാരിഫൈഡ് അസംഷൻസ് മേ കോസ് കൺഫ്യൂഷൻ ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഏതെങ്കിലും വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾക്ക് ഇതിലൊക്കെ കാണാം അല്ലെ, വെബ്സൈറ്റുകൾ ഫ്രീക്വന്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ FAQs. അപ്പോൾ ഈ FAQs എന്താ കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമുക്കൊരു അസംപ്ഷൻ ഉണ്ടാവും. ഓക്കെ. അപ്പൊ അതിൽ ക്ലിയർ വളരെ കൂടുതലായിട്ട് ഫ്രീക്വന്റ്ലി ആൾക്കാർ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള അസംഷൻസ് ആണ്. ഓക്കെ. അതുകൂടി ക്ലാരിഫൈ ചെയ്യുന്ന രീതിയിൽ ആർട്ടിക്കിൾ തയ്യാറാക്കുക. ഓക്കെ. അതായത് ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കുമ്പോൾ തന്നെ ഒരു FAQ വരികയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, അതിനും കൂടിയുള്ള മറുപടി അതിൽ ക്ലിയർ ആയിട്ട് കൊടുക്കാം. അടുത്തത് lack of planning to communicate is another hurdle in making communication system smooth and effective. Okay, lack of planning to communicate is another hurdle to making communication system smooth and effective. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് കൃത്യമായിട്ട് പ്ലാനിങ്ങിലോട് കൂടിയിട്ട് കുറച്ച് സമയമെങ്കിലും ഇതെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു ഇമെയിൽ ആണെങ്കിൽ അത് ഡ്രാഫ്റ്റ് ചെയ്യാൻ ചെലവഴിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്പീച്ച് ആണെങ്കിൽ അതിനു മുമ്പ് നിങ്ങളൊന്ന് തയ്യാറെടുത്തില്ലെങ്കിൽ അത് നിങ്ങൾക്കറിയാലോ, ഒരു സ്മൂത്ത് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കില്ല. ഇത്രയാണ് കമ്മ്യൂണിക്കേഷനിലുള്ളത്. വളരെ ചെറിയ ടോപ്പിക്കാണ്. ഈ സ്ലൈഡ് കൂടി നിങ്ങൾ വായിക്കണം. ഓക്കെ.